ഇന്ന് നമ്മൾ ഹസ്ബാൻ്റെ ബർത്ത്ഡേ ആണ്. മുത്തുവിൻ്റെ വക ഗിഫ്റ്റൊക്കെ കൊടുത്തു. എന്നോട് ഗിഫ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത കൊല്ലം തരാമെന്ന് പറഞ്ഞ് ചെറുങ്ങനെ ഒന്ന് ഒതുക്കി. രാത്രി എവിടെയും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാളും കരയാൻ വേണ്ടി തുടങ്ങി. ഒരാൾ അഭിനയിക്കുകയാണ്. എന്നിട്ട് അവനോട് തന്നെ ചോദിച്ചു എവിടെയാണ് പോവേണ്ടതെന്ന്. പക്ഷെ അവന് പോലും അറിയില്ല എവിടെ പോവേണ്ടതെന്ന്. പിന്നെ നമ്മൾ ആലം മോനോട് ചോദിച്ചു എവിടെ പോവേണ്ടതെന്ന്. അപ്പോൾ അവന് പലതരം മറുപടികളുണ്ട്. തരൂല. ഇതൊരു കുത്തം കെട്ട കാലമാണെങ്കിലും ഇവനില്ലാതെ നമ്മളെ വീട് ഒരു ഉണർവേ ഉണ്ടാവാറില്ല. ഒരുപാട് തള്ളുകളും കുരുത്തക്കേടുകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ യാത്ര തുടർന്നു. അവസാനം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് പക്ഷെ മടിയിൽ കടന്നിട്ടും തള്ളിനും വർത്താനത്തിനും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ അവരുടെ മൂച്ചോയിൽ എത്തി. രണ്ടാളും കുനാഫ ചോക്ലേറ്റിന് വേണ്ടി കാത്തുകയാണ്. ഞാനിങ്ങനെ നോക്കി നിന്ന് ഇതാക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്. ഇക്കാക്കാക്ക് വേണ്ടി ആലമോന് ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞു. പിന്നെ ഷുഗറൊക്കെ ഇനി കുഴക്കാമെന്ന് പറഞ്ഞ ടീംസാണ് അടിച്ച് കഴിക്കുന്നത്. സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉമ്മക്കൊരാഗ്രഹം, ഉമ്മ കാറിൽ കയറുന്നൊരു വീഡിയോ എടുത്തു കൊടുക്കാൻ. ഉമ്മമാർ പറഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണമല്ലോ. അത് പിന്നെ അങ്ങ് സാധിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരെ ലോലിനോയിലേക്ക് പോയി. കുറച്ച് മുമ്പ് കേക്ക് കഴിച്ചതാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ കേക്ക് വീണ്ടും വീണ്ടും നോക്കി നിൽക്കുന്ന എൻ്റെ വീട്ടുകാർ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ല, നമ്മളെ കുടുംബം ഭയങ്കര ഒത്തൊരുമയുള്ളതാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഒരു മിൻലൈമും ഒരു ലോഡഡ് ഫ്രൈസും വാങ്ങി 5 ആൾക്കാരും കൂടി ഷെയർ ചെയ്ത് ഹസ്ബാനോട് അവസാനം ഹാപ്പി ആയോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അറിയാം. ബൈ ബൈ.